ദുബായ്ക്കാരിയുടെ നാട്ടിൻപുറത്തുകാരൻ. രചന കർണൻ സൂര്യപുത്രൻ. അവതരണം ഷാഹുൽ മലയിൽ. ഉത്സവം തീരുന്നതിന്റെ തലേ ദിവസം രാത്രി അമ്പലത്തിന് പുറത്തുള്ള ആൾക്കൂട്ടത്തിനിടയിലൂടെ ശരണ്യയുടെ കൈയും പിടിച്ച് നടക്കുകയാണ് ആയിഷ. തിരക്കിൽ മറ്റുള്ളവർ അവിടെ ദേഹത്ത് തട്ടാതെ ആയിഷ ശ്രദ്ധിക്കുന്ന കണ്ടപ്പോൾ പണ്ട് അമ്മയുടെ കൂടെ പോകുന്ന പോലെയാണ് ശരണ്യക്ക് തോന്നിയത്. ഇടയ്ക്ക് ചിലർ കുശലം പറയുന്നുമുണ്ട്. ആഹാ, മോന്റെ കല്യാണത്തിന് നമ്മളെയൊന്നും വിളിച്ചില്ലല്ലോ ടീച്ചറെ. ഉത്സവ ചന്തയിൽ കല്ലുമാലകളും കുപ്പിവളകളും മോതിരങ്ങളും എല്ലാം വിൽക്കുന്ന കടയിലെത്തിയപ്പോൾ ഒരാൾ പരിഭവിച്ചു. അതിന് അവന്റെ കല്യാണം കഴിഞ്ഞില്ലല്ലോ ശിവേട്ട. പിന്നെ ഇതാരാ? അയാൾ ശരണ്യെ നോക്കി. അടുത്ത വീട്ടിലെ കുട്ടിയാ. അയ്യോ ക്ഷമിക്കണം. അയാൾ ചമ്മി. ആയിഷ കല്ലുമാലകൾ പരിശോധിച്ചു തുടങ്ങി. മോൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും വേണോ? ഇപ്പോഴത്തെ കുട്ടികൾ അധികം ഇതൊന്നും ഉപയോഗിച്ച് കണ്ടിട്ടില്ല. വേണോമ്മ, പക്ഷെ എനിക്കല്ല. ആൾ നീല നിറത്തിലുള്ള കുപ്പിവെള്ളം എടുത്തു. പിന്നെ ആയിഷയുടെ കയ്യിൽ ഇട്ടുകൊടുത്തു. അയ്യേ, ഞാനിതൊന്നും ഇടാറില്ല. ഐഷുവിന്റെ ഏട്ടന് ഇങ്ങനെ കുപ്പിവളകൾ ഇട്ട് കാണാൻ ഒത്തിരി ഇഷ്ടമല്ലേ? ആ ചോദ്യം കേട്ടതോടെ ഐഷ നിശബ്ദയായി. 2 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകും. അതുവരെങ്കിലും ഇതിടണം. എനിക്ക് ഉമ്മയെ നല്ല സുന്ദരി കുട്ടിയായിട്ട് കണ്ടുകൊണ്ട് വേണം ഇവിടെ നിന്ന് പോവാൻ. അവളൊരു കൺമഷിക്കൂട്ടമായി കാശ് കൊടുത്തു. പിന്നെ ഐഷയെ ചേർത്ത് പിടിച്ച് നടന്നു. ഉമ്മ എന്താ മിണ്ടാത്ത്? വിഷമായോ? ഏയ് ഇല്ല. ഇഷ്ടമില്ലാതെ മറന്നൊരു കാര്യം ഓർമ്മിക്കുമ്പോഴല്ലേ വിഷമമുണ്ടാവും. ഞാനിന്ന് ജീവിക്കുന്നതിന് ആ ഓർമ്മകളിലാ മോളെ. ശരിക്കും പറഞ്ഞ ഒരു സ്വപ്നലോകത്ത് എന്നെ കിട്ടിയത് ഏട്ടൻ തന്നെയാണെന്നും അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യാണെന്ന് ഞാൻ ഇമാജിൻ ചെയ്യും. വല്ലപ്പോഴും ലീവിന് വരുന്ന ഭർത്താവിനെയും കാത്ത് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കി കഴിയുന്ന പ്രവാസിയുടെ ഭാര്യ. മറ്റുള്ളവർക്ക് വട്ടാണെന്ന് തോന്നും, പക്ഷേ ഞാൻ സന്തോഷവതിയാ. എനിക്ക് ശരിക്കും കെട്ടിപ്പിടിച്ചൊരു കിസ് തരാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഈ ആളുകൾക്കിടയിൽ വെച്ചോ ഒന്ന് സച്ചു. ഐഷ ചിരിച്ചു. അതിനെന്താ, നമ്മൾ 2 പെണ്ണുങ്ങളല്ലേ? അവൾ ഐഷയെ ചേർത്ത് പിടിച്ച് കവളിൽ അമർത്തി ഉമ്മവിച്ചു. അയ്യേ, ഇതിനൊരു നാണോ ഇല്ലല്ലോ. ദുബായിലൊക്കെ ഇങ്ങനെയാണോ? കുറച്ച് യുവാക്കൾ തങ്ങൾ നോക്കുന്ന കണ്ടപ്പോൾ ഐഷയ്ക്ക് എന്തോ പോലെ തോന്നി. ദുബായിൽ പരസ്യമായി കെട്ടിപ്പിടിച്ചാലും ഉമ്മച്ചാലൊക്കെ പണി കിട്ടും. വാ. അവളൊരു കൊച്ചുകുട്ടിയെ പോലെ ഐഷയും പിടിച്ച് വലിച്ചുകൊണ്ട് അമ്പലത്തിനടുത്തേക്ക് നടന്നു. അന്നദാനം നടക്കുന്ന സ്ഥലത്ത് സജീവൻ നിൽക്കുന്നുണ്ടായിരുന്നു. ടീച്ചറെ, ഇവളെ സൂക്ഷിക്കണം കേട്ടോ. വഴിയെ പോകുന്ന വള്ളിയൊക്കെ അവള് പിടിക്കും. അയാൾ മുന്നറിയിപ്പ് നൽകി. ഏയ്, സച്ച് നല്ല കുട്ടിയാ. ആ അതെ, ഉറങ്ങുമ്പോ എനിക്കതല്ല അത്ഭുതം. 2 ദിവസം അടുപ്പിച്ച് ഇവിടെ എവിടെയും താമസിച്ചാ മിനിമം 10 പരാതിയെങ്കിലും വരേണ്ടതാ. പക്ഷേ ടീച്ചറും ആക്കും എങ്ങനെയാ അവളെ സഹിക്കുന്നതെന്നാ. സ്നേഹമുള്ളവർ അങ്ങനെയാ, ഒരു മ്യാമൻ, എല്ലാത്തിലും കുറ്റം മാത്രം. ആൾ കൊഞ്ഞനം കുത്തി. അതിന് നീ എന്തെങ്കിലും നല്ലത് ചെയ്യണ്ടേ? ആ, ഞാൻ പറയാൻ വിട്ടു. നിന്റെ മാതാവ് എന്റെ അവിടെ ഒപ്പരന്നോളിപ്പോ വിളിച്ചിരുന്നു. നിന്നെ എപ്പോഴും അങ്ങോട്ട് കെട്ടിയെടുക്കുന്നു ചോദിച്ച്. ഒരാഴ്ച കൂടി ഇവിടെ നിന്നാലോന്നാ എന്റെ ആലോചന. എങ്കിലും അവളൊരു വടിയെടുത്ത് ഇങ്ങോട്ട് വരും. 2 ദിവസം കഴിഞ്ഞ് പൊക്കോണം. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ കൂട്ടാൻ വരാം. ഓ വേണ്ട, ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല. ഈ നാട്ടിൽ വരണം തോന്നിയാ ഉമ്മയുടെ വീട്ടിൽ വന്നോളാം. അപ്പൊ മോളെ സച്ചുവെന്ന് വിളിച്ച് കെഞ്ചരുത്. ആ, ടീച്ചർക്ക് ശനിദശ വരാനാണ് യോഗ്യ. ആർക്ക് തടയാൻ പറ്റും? നീ ഒരു കാര്യം ചെയ്യേ, അക്കൂനെ കല്യാണം കഴിച്ചോ. അപ്പൊ ഈ നാട്ടിൽ സ്ഥിരമായിട്ട് താമസിക്കാമല്ലോ. അയാളത് പറഞ്ഞ് ശരണ്യയുടെ മുഖം ചുവന്നു. മതി സജീവ, കൊച്ചിനെ കളിയാക്കിയത്. ആയിഷ ശാസിച്ചു. നീ അക്കുവിനെ കണ്ടോ? ഓ ടീച്ചറെ, ഞാൻ അവനൊരാളെ കൊണ്ടുവിടാൻ പറഞ്ഞയച്ചാ. ഇപ്പൊ എത്തും. നിങ്ങൾ ഭക്ഷണം കഴിക്കുക. ആയിഷ ശരണ്യയും കൂട്ടി ഊട്ടുപുരയിലേക്ക് നടന്നു. അവിടെ ഒരു വശത്ത് സ്റ്റീൽ പ്ലേറ്റുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. വരിവരിയായ ആൾക്കാർ അതിൽ നിന്ന് പ്ലേറ്റുകൾ എടുത്ത് ഭക്ഷണം കൊടുക്കുന്ന ഭാഗത്തേക്ക് ചെല്ലുന്നു. ചൂട് ചോറും 2 തരം കറികളും അച്ചാറും പിന്നെ കുറച്ച് പായസവും. ശരണ്യ അത് വാങ്ങി കസേരയിലിരുന്നു. അടുത്തന്നെ ആയിഷയും. നല്ല രുചിയുണ്ടല്ലോ ഉമ്മ. നീ ഇതിനു മുമ്പ് ഇങ്ങനെ കഴിച്ചിട്ടില്ലേ? നമ്മുടെ നാട്ടിലിങ്ങനെ എവിടെയും പോവാറില്ല. എനിക്ക് പണ്ടൊക്കെ ആൾക്കൂട്ട് അലർജി ആയിരുന്നു. അച്ഛനമ്മ ഇതുപോലെ ഏതെങ്കിലും ഉത്സവത്തിന് പോകാൻ വിളിച്ചാലും ഞാൻ പോകാതെ അടുത്ത വീട്ടിൽ ചെന്നിരിക്കും. ചെയ്ത മണ്ടത്തിലായി ഇപ്പൊ തോന്നുന്നു. അല്ല, ഇവിടെ എല്ലാ മതത്തിലുള്ളവരും വരുമല്ലേ? പിന്നില്ലാതെ ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ഉത്സവമല്ലേ? സോഷ്യൽ മീഡിയ കണ്ട് നാടിനെ വിലയിരുത്തുന്ന ആ കുഴപ്പം. ഒരു പ്ലേറ്റിൽ ചോറുമായി അഖിൽ അവരുടെ അടുത്ത് വന്നിരുന്നു. ഫുഡ് എങ്ങനെയുണ്ട്? സൂപ്പർ. താൻ ഭയങ്കര ബിസിയാണല്ലോ. ആ, കുറച്ച് ഓടിയിറന്ന് വയ്യാതായി. തന്നെ നോക്കുമ്പോൾ അവന്റെ മുഖത്ത് പതർച്ച കണ്ട് ശരണ്യ ചിരി കടിച്ചമർത്തി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഹേമയും എത്തി. ആ നാട്ടുകാർ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ അമ്പലത്തിനടുത്തുള്ള വയലിൽ കെട്ടിയ സ്റ്റേജിൽ ആരംഭിച്ചു കഴിഞ്ഞു. വാ ടീച്ചറെ, ഗോപാലയുടെ മോളുടെ ഡാൻസ് ഒക്കെ ഉണ്ട്. ആണോ? എന്നാ എന്തായാലും കാണണം. സച്ചു, നീ വരുന്നില്ലേ? വരണോ? താല്പര്യം ഇവന്റെ കൂടെ നടന്നു. ഉറക്കം വരുമ്പോ എന്നെ വിളിച്ചാൽ മതി. അയ്യോ വേണ്ട, ഇവിടെ നിങ്ങൾ തന്നെ കൊണ്ടുപോയിക്കോ. എനിക്ക് കുറെ പണിയുണ്ട്. അഖിൽ ഒഴിഞ്ഞു മാറാൻ നോക്കുന്ന കണ്ടപ്പോൾ ശരണ്യക്ക് വാശിയായി. ഞാൻ ഇവന്റെ കൂടെ തന്നെ നിന്നോളാം. നിങ്ങൾ പരിപാടി കണ്ടോളി. നിങ്ങൾ പരിപാടി കണ്ടോ? 6 വയലിലേക്ക് നടന്നു. ശരണ്യ അവന്റെ കയ്യിൽ പിടിച്ച് അധികം വെളിച്ചമില്ലാത്തൊരു സ്ഥലത്തേക്ക് മാറി. ഇനി പറ, എന്താ നിന്റെ പ്രശ്നം? എനിക്കെന്തു പ്രശ്നം? ഒരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ, അതായിരിക്കണം മറുപടി. അല്ലാതെ മുങ്ങി നടക്കരുത്. ഞാൻ കരുതി താൻ ബോധമില്ലാതെ പറഞ്ഞാണെന്ന്. കോപ്പാണ്. എടാ, നീ ഒന്ന് എന്നെ മനസ്സിലാക്ക്. ഇത് ഞാൻ തന്നെയാണെന്ന് എൻ്റെ സംശയം. ഇങ്ങനെയൊന്നും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടേ ഇല്ല. പഠിക്കുന്ന കാലത്ത് ഇപ്പോൾ ദുബായിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തെല്ലാം എന്നെ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ മുഖത്തടിച്ച പോലെ റിപ്ലൈ കൊടുത്തത് ഞാനാ. ഇവിടെ ഒരുത്തിനോട് അങ്ങോട്ട് പോയി ഐ ലവ് യു പറഞ്ഞിരിക്കുന്നത്.
അതും പരിചയപ്പെട്ട അന്നു മുതൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത പല സ്വഭാവങ്ങളുള്ള ഒരുത്തിനോട്. ഇക്കാര്യം ഞാൻ പറഞ്ഞ 5 ദിവസം മുമ്പാ, അതായത് ഉത്സവം തുടങ്ങിയ രാത്രി അല്ലേ? അവൻ അദ്ദേഹം തലയാട്ടി. അതിനുശേഷം നിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഉമ്മയുടെ കയ്യിൽ നമ്പരുമായി വിളിച്ചു നോക്കി, നീ എടുത്തില്ല. ശരിക്കും എന്താ നിന്റെ പ്രശ്നം? നിനക്ക് വേറെ അഫയർ ഉണ്ടോ? ഇല്ല. നിന്റെ സങ്കല്പത്തിലെ പെണ്ണല്ലേ ഞാൻ? അല്ല. സോറി, ഇല്ല. എന്ന് വെച്ചാ എന്റെ സങ്കല്പത്തിൽ അങ്ങനെ ഒരു പെണ്ണുമില്ല. ഞാൻ അത്യാവശ്യം കാണാൻ കൊള്ളില്ലേ? നീ സുന്ദരിയാണല്ലോടി. പിന്നെന്താ പ്രോബ്ലം? അങ്ങോട്ട് കയറി പ്രപ്പോസ് ചെയ്താണോ? അല്ല, നിന്റെ വീട്ടുകാർ സമ്മതിക്കോ വെച്ചു? എന്തിന്? നമ്മുടെ ബന്ധത്തിന്. വീട്ടുകാരെ സമ്മതിച്ച് ചോദിച്ചാണോ നിന്റെ അച്ഛമ്മയെ പ്രണയിച്ച്? അതിനവർ അനുഭവിക്കുകയും ചെയ്തല്ലോ. നാളെ നമുക്കും അങ്ങനെ വന്നാ? അതോർത്ത് പൊന്നുമ പേടിക്കണ്ട. പിന്നെ എന്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടും. സജീവനെ എംഎസ്സിയൊക്കെ എന്ത് കരുതും? ഇങ്ങനെ ഒരു പൊട്ടൻ. ഇവിടെ നീ പെണ്ണും ഞാൻ ആണുവാണോ? അങ്ങനെയല്ല സച്ചു. പരിചയപ്പെട്ടിട്ട് 10 ദിവസത്തിനുള്ളിൽ ഇങ്ങനെയൊക്കെ. നിനക്ക് എന്നെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ലല്ലോ. എനിക്ക് നീ അറിയാത്ത എന്തെങ്കിലും മോശം വശങ്ങൾ ഉണ്ടെങ്കിൽ ഐഷ ടീച്ചർ വളർത്തിയ നിനക്ക് മോശമായിട്ടൊന്നുമില്ലെന്ന് ഉറപ്പാ. ആകെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവം ഇടയ്ക്കിടെ എനിക്കിട്ട് താങ്ങുന്ന. സാരമില്ല, ഞാൻ മാറ്റിയെടുത്തോളാം. ശരിക്കും നീ ആലോചിച്ചിട്ടാണോ? യെസ്. എനിക്ക് നിന്നെ മാത്രമല്ല ഉമ്മയും വേണം. നിങ്ങളുടെ സ്വർഗം പോലെയുള്ള വീട്ടിൽ ജീവിക്കാനുള്ള കൊതി കൊണ്ടാ, അല്ലാതെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല അല്ലേ? ആക്കു, അമ്പലത്തിന് മുമ്പിൽ വെച്ച് എന്നെ കൊണ്ട് തെറി വിളിപ്പിക്കരുത്. ശരി, ഞാനിപ്പോൾ എന്താ വേണ്ടത്? എനിക്ക് പ്രേമിക്കാനൊന്നും അറിയില്ല. നിന്നോട് എൻ്റെ കൂടെ പാട്ടുമാടി ഡാൻസ് ചെയ്യാനൊന്നും പറഞ്ഞില്ല. എൻ്റെ ദേവി, ജീവിതത്തിൽ ആദ്യമായിട്ട് ഇഷ്ടം തോന്നിയത് ഇങ്ങനെ ഒരുത്തിനോട് ആയിപ്പോയല്ലോ. ആൾ തലയിലടിച്ചു. എടോ സത്യം പറ, നിനക്ക് എന്നോടൊന്നും തോന്നില്ലേ? ഉണ്ട്. എന്ത്? അതറിയില്ല. ഉമ്മാക്ക് ശേഷം എന്നെ ഒരാൾ സ്നേഹിക്കുന്നറിയുന്നത് നീ ഇത് പറഞ്ഞപ്പോഴാ. ആക്കു, നീ വല്ലാതെ നിഷ്കുവാവില്ലേ? അത്യാവശ്യം എല്ലാ കുരുത്തക്കേടുള്ള ഒരുത്തരം നീ എനിക്കറിയാം. ആളെ കുരങ്ങളിപ്പിക്കുന്നതിനൊരു പരിധി വേണം. ആളിൽ ചുറ്റും നോക്കി അടുത്തെങ്കിലും ആരില്ലെന്ന് ഉറപ്പുവരുത്തി. പിന്നെ അവിടെ ഇരുസുമ്പിളിലും തന്റെ കൈവച്ചു. എന്നാ കേട്ടോ, എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമാണ്. നീ പറയുന്നതിന് മുമ്പ് തന്നെ ഈ ഗാന്ധാരിപ്പണിനെ ആരായാലും ഇഷ്ടപ്പെട്ടു പോകും. പക്ഷെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന നിനക്ക് എന്നെപ്പോലെ ഒരു നാട്ടുമ്പുറത്തുകാരനെ ഇഷ്ടപ്പെടുന്ന സംശയമായിരുന്നു. നീയായിട്ട് ഇങ്ങോട്ട് തുറന്നു പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായി. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. പിന്നെ ആലോചിച്ചപ്പോൾ എന്തോ ഒരു പേടി. എന്നെ വിശ്വസിച്ചിട്ടല്ലേ സജീവനെ എംഎസ്സി നിന്നെ എൻ്റെ കൂടെ വിടുന്നു. നമുക്കിടയിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്നറിഞ്ഞാൽ അവരെന്തായാലും വേദനിക്കും. ആരെയും വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല സച്ചു. ആൾ പതിയെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. ഈ ഒരു മനസ്സ് തന്നെയാണ് നിന്നോടുള്ള ഇഷ്ടം തോന്നാൻ കാരണം. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന മനുഷ്യർക്കിടയിൽ നീ വ്യത്യസ്തനാ. ആകിൽ അവളുടെ മുതുകിൽ പതിയെ തലോടി. ഇനി പറ, എന്നെ ഇഷ്ടപ്പെടാൻ എന്താ കാരണം? മറ്റുള്ളവരുടെ കഥ കേട്ട് കണ്ണു നിറയുന്നുവെങ്കിൽ നീ നല്ലൊരു പെൺകുട്ടി തന്നെയാ. ഈ ജാടയും ദേഷ്യമെല്ലാം പുറമോടി മാത്രമാ, അകത്തൊരു പൂച്ചക്കുഞ്ഞിനെ പോലെയാ. അതുമാത്രമാണോ? അല്ല പിന്നെ. ഞാൻ നിന്നെ ആദ്യമായി കണ്ടത്, ഓഹ് എന്തൊരു ഷേപ്പായിരുന്നു. അവൾ അഖിലിന്റെ നെഞ്ചിൽ ആഞ്ഞു കടിച്ചു. അവൻ അലറിപ്പോയി. ഇതാ കുഴപ്പം. എന്തു പറഞ്ഞു തുടങ്ങിയാലും നീ ഒടുക്ക അവിടെ എത്തും. ഞാൻ പോവാ. അഖിൽ വീണ്ടും അവളെ നെഞ്ചിലേക്ക് പിടിച്ചിട്ട് നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ഇനി ഞാൻ കണ്ടതിൽ നാണിക്കണ്ട, അവകാശമുള്ളത് തന്നെയാ. ആദ്യ പ്രണയത്തിലെ ആദ്യ ചുംബനം. വാ, നിന്നെ അവിടെ അടുത്ത് എത്തിക്കാം. അന്നദാനം കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി അവിടെ വൃത്തിയാക്കാനൊക്കെ സഹായിക്കണം. നമുക്ക് നാളെ സംസാരിക്കാം. അവൾ തലകുലുക്കി. ആയിഷയെയും ഹേമയും കണ്ടുപിടിച്ച് ശരണി അവിടെ കൂടിയിരുത്തിയ ശേഷം അഖിൽ ഊട്ടുവരയിലേക്ക് ഓടി. അവിടുത്തെ ജോലിയെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ കണ്ടത് ആയിഷയുടെ മടിയിൽ തലവെച്ചുറങ്ങുന്ന ശരണിയെയാണ്. വേദിയിലെ ബഹളങ്ങളൊന്നും അറിയാതെ ശാന്തമായ ഉറക്കം. അപ്പോഴും ആ ചുണ്ടുകളിൽ ഒരു ചിരിയുണ്ടായിരുന്നു. അത് തന്നെ ഓർത്താണെന്ന് അഖിലിന് മനസ്സിലായി. തണുത്ത കാറ്റടിച്ചപ്പോൾ അവൾ ഒന്നുകൂടി ചുരുണ്ട് കിടന്നു. എന്തെങ്കിലും എടുത്ത് അവളെ ഒന്ന് പുതപ്പിക്കാൻ അവന്റെ മനസ്സ് ആഗ്രഹിച്ചപ്പോഴേക്കും ആയിഷ സാരിത്തുമ്പ് കൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു. ഉമ്മാക്ക് പെൺകുഞ്ഞുങ്ങളെ ഒത്തിരി ഇഷ്ടമാണെന്ന് അഖിലിന് അറിയാം. ഇന്ന് ആ സ്ഥാനത്താണ് ശരണിയെ കാണുന്നത്. സ്റ്റേജിൽ അടുത്ത പരിപാടി തുടങ്ങാൻ വേണ്ടി ആ ഭാഗത്തുള്ള ലൈറ്റുകളെല്ലാം അണച്ചപ്പോൾ അഖിൽ ബാക്കിയുള്ള ജോലികൾ തീർക്കാൻ വേണ്ടി അമ്പലത്തിന് നേർക്ക് നടന്നു. സച്ചു, മതിലിനപ്പുറത്ത് നിന്ന് ആയിഷയുടെ വിളി കേട്ട് ശരണ്യ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്താ ഉമ്മ? മോള് തിരക്കിലാണോ? ഏയ് അല്ല, ഇപ്പൊ കുളി കഴിഞ്ഞിറങ്ങിയതേ ഉള്ളൂ. ഹേമയോ? മാമൻ്റെ കൂടെ ടൗണിൽ പോയതാ. എന്തേ? ഇവിടെ ഒരുത്തിന് നല്ല പനി. കുറെ ദിവസം മഞ്ഞുകൊണ്ട് എൻ്റെ ആവും. എനിക്കൊരു കല്യാണത്തിന് പോവാനുണ്ട്. മോൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഇച്ചിരി കഞ്ഞി എടുത്തു കൊടുക്കാമോ? ഒറ്റക്കാണെങ്കിൽ അവൻ കഴിക്കാതെ മടി പിടിച്ച് കിടക്കും. തലേന്ന് രാത്രി ഫോൺ ചെയ്തപ്പോൾ പനിയുടെ ലക്ഷണങ്ങളുണ്ടെന്ന് അഖിൽ പറഞ്ഞ് അവൾ ഓർത്തു. രാവിലെ വീട്ടു ജോലിയെല്ലാം തീർത്തു പോയി അന്വേഷിക്കാമെന്ന് തീരുമാനിച്ചതാ. അതിനെന്തുമ്മ, ഞാൻ കൊടുത്തോളാം. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അഥവാ കഴിച്ചില്ലെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ. 2 വഴക്ക് പറഞ്ഞാൽ അവൻ അനുസരിക്കും. ആയിഷയ്ക്ക് ഇപ്പോഴും അഖിൽ കൊച്ചുകുഞ്ഞാണെന്ന് ശരണിക്ക് അറിയാം. വഴക്കൊടിയെല്ലാം ഞാൻ കൊടുത്തോളാം. ഉമ്മ ധൈര്യമായിട്ട് പോവുക. എനിക്കെന്തെങ്കിലും ടൈം പാസ് വേണ്ടേ? അവർ പോയതോടെ ശരണി വേഗം അകത്ത് കയറി കണ്ണാടിക്കൊമ്പിൽ നിന്ന് കണ്ണെഴുതി. പിന്നെ ഒരു പൊട്ടുകൂടി വെച്ചു. അതിനുശേഷം വീട് കൂട്ടി നേരെ അപ്പുറത്തേക്ക് ചെന്നു. ആയിഷയുടെ കാർ അവിടെ ഉണ്ടായിരുന്നില്ല. വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ അഖിൽ മൂടി പുതച്ച് കിടക്കുകയായിരുന്നു. അവൾ പുതപ്പ് മാറ്റി അവനെ നെറ്റിയിൽ തൊട്ട് നോക്കി. ചൂടുണ്ട്. കരസ്പർശയേറ്റതോടെ അവൻ കണ്ണുകൾ തുറന്നു. നീയായിരുന്നോ? അതെ. പല്ല് തേച്ചോടാ? ആ തേച്ചു.
എന്നാൽ കഴിക്കെടുക്കട്ടെ? എനിക്കൊന്നും വേണ്ട സച്ചു, കുറച്ചു നേരം ഉറങ്ങിയാൽ മാറിക്കോളും. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഇറക്കാം. പറഞ്ഞനുസരിച്ച് അടിച്ചോളാൻ അനുവാദം തന്നിട്ടുണ്ട്. മേശപ്പുറത്ത് കഞ്ഞി ഉണ്ടാക്കി അടച്ചു വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് പനിയുടെ മെഡിസിനും. അവൾ സ്പൂൺ കൊണ്ട് കഞ്ഞിളക്കി കുറച്ച് വായിൽ വെച്ച് ഉപ്പുണ്ടോ എന്ന് നോക്കി. പിന്നെ അതുമെടുത്ത് അവൻ്റെ അരികിലേക്ക് വന്നിരുന്നു. എഴുന്നേൽക്ക്. അവൻ മനസ്സിലാമനസ്സോടെ എഴുന്നേറ്റിരുന്നു. ഇങ്ങതാ, ഞാൻ കുടിച്ചോളാം. അത് വേണ്ട, വാ തുറക്ക്. എനിക്ക് അതിന് മാത്രമുള്ള ആവശ്യതയൊന്നുമില്ല. ആയിക്കോട്ടെ, എൻ്റെ ഒരു ആഗ്രഹമല്ലേ. അവൻ വാ തുറന്നു. ശരണ്യ ശ്രദ്ധാപൂർവം കഞ്ഞി വായിൽ വെച്ച് കൊടുത്തുകൊണ്ടിരുന്നു. മതിയേടി. അവൻ അടുക്കളയിൽ ചെന്ന് പാത്രങ്ങൾ കഴുകി വരുമ്പോഴേക്കും അഖിൽ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് തോർത്തുകൊണ്ട് മുഖം തുടച്ച് വീണ്ടും കയറി കിടന്നു. നീയുടെ ഇരിക്കേ. അവൾ അനുസരിച്ചു. ഇന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഇന്ന് മാത്രമാണ് അങ്ങനെ തോന്നിയത്? അല്ല, പക്ഷെ കണ്ണെഴുതി സൂപ്പറായിട്ടുണ്ട്. അവൾ ചിരിച്ചുകൊണ്ട് ചുറ്റും നോക്കി. ജനൽ അടച്ചിട്ടിരിക്കുകയാണ്. ഈ ജനലിലൂടെയാണ് അവൻ തന്നെ നഗ്നത കണ്ടത്. ഇന്നലെ രാത്രി ഫോണിൽ സംസാരിച്ച് ജനൽ തുറന്നിട്ട് പരസ്പരം കണ്ടുകൊണ്ടാണ്. നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ നാളെ തിരിച്ചു പോകും. അതോടെ അഖിലിന്റെ മുഖം വാടി. പോണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അമ്മ ചീത്ത വിളി തുടങ്ങിയിട്ട് 3-4 ദിവസമായി. ഉത്സവത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇത്രയും പിടിച്ചെന്ന്. എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല സച്ചു. ദിവസവും വിളിക്കാലോ. ഇടയ്ക്ക് എന്തെങ്കിലും കാരണം ഉണ്ടാക്കി ഞാൻ ഇങ്ങോട്ട് വരും. അതുപോലെ നീ എൻ്റെ നാട്ടിലേക്കും വാ. അപ്പോൾ നീ ഗൾഫിലേക്ക് പോയാലോ? പോകുന്ന കാര്യം ഞാൻ തീരുമാനിച്ചിട്ടില്ല. ബോസ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴാണ് വരികയെന്ന് ചോദിച്ച്. അഥവാ പോയാ അവിടുത്തെ ഫാസ്റ്റ് ലൈഫിനിടെ നീ എന്നെ മറക്കോ സച്ചു? ആ ചോദ്യത്തിന് അവൾ ഉത്തരം നൽകിയില്ല. പകരം കുനിഞ്ഞവൻ്റെ കവിളിൽ അധരങ്ങൾ അമർത്തി. അവളുടെ മുടിത്തുമ്പിൽ നിന്ന് വെള്ളത്തുള്ളികൾ അവൻ്റെ ദേഹത്തേക്ക് വീണു. മറക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത്. ആർദ്രമായ ശബ്ദം. അഖിൽ ഇരുകൈകൾ അവൾക്ക് ചുറ്റും കൊരുത്തു. പതിയെ ചൂണ്ടിൽ ഉമ്മ വെച്ചു. അതിനുശേഷം കവിളിൽ, ചെവിയിൽ, കഴുത്തിൽ. എഴുന്നേൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും ഉള്ളിൽ നിന്ന് ആരോ ശരണ്യെ തടഞ്ഞു. അവനവളെ ബെഡിലേക്ക് മറിച്ചിട്ടു. ഒരു ദീർഘ ചുംബനം. വിട്ടു നിൽക്കാൻ തയ്യാറില്ലെന്ന് പറയുന്ന പോലെ നീണ്ട കൈവിരലുകളിലും പനിച്ചൂടുള്ള ഉമ്മ അവൻ സമ്മാനിച്ചു. നിന്നെ കാണാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ചാൾ മാത്രമേ ആയിട്ടുള്ളൂ സച്ചു. പക്ഷേ നാളെ മുതൽ ഈ മതിൽക്കെട്ടിനപ്പുറം നീ ഇല്ല എന്ന് ഓർക്കാൻ കൂടി വയ്യ. അവൻ ശരണ്യയുടെ മൂക്കിൻ തുമ്പിൽ മൃദുവായി കടിച്ചു. ശരീരത്തിൽ എല്ലായിടത്തും ചൂട് സമ്മാനിച്ചുകൊണ്ട് അവന്റെ അധരങ്ങൾ സഞ്ചരിക്കുന്ന അറിഞ്ഞോടെ ശരണ്യ കണ്ണുകൾ അടച്ചു. ശ്വാസോച്ഛ്വാസത്തിന്റെ വേഗത വർദ്ധിച്ചു. തടസ്സമായി നിന്ന വസ്ത്രങ്ങൾ അകന്നു മാറിയതോടെ അവൾ സർവ്വശക്തിയും എടുത്ത് അവനെ കെട്ടിപ്പിടിച്ചു. മറ്റൊന്നിനെ കുറിച്ച് ഓർക്കാതെ അവരൊന്നായി മാറുകയായിരുന്നു. ഒടുവിൽ തന്നെ നെഞ്ചിൽ തളർന്നു കിടക്കുന്ന ശരണ്യയുടെ നെറുകയിൽ അവനൊരു പ്രണയമുദ്ര കൂടി സമ്മാനിച്ചു. രാത്രി 11 മണിക്ക് മൊബൈലിൽ അക്കു കോളിംഗ് തോന്നപ്പോൾ ശരണ്യ എടുക്കാൻ മടിച്ചു. 3 തവണ ആവർത്തിച്ച് വിളിച്ചപ്പോഴാണ് അവൾ അറ്റൻഡ് ചെയ്ത്. എന്തുപറ്റി സച്ചു, ഉറങ്ങിപ്പോയോ? ഇല്ല. നിന്റെ പനി എങ്ങനെയുണ്ട്? മാറി. നീ ഓക്കെ അല്ലേ? അല്ല. എന്താ നീ ചെല്ലോർക്കാത്ത? വേണ്ട. എന്താടി പ്രശ്നം? പറ. നമ്മൾ ചെയ്ത തെറ്റല്ലേ? ആണോ? അതെ. എൻ്റെ മനസ്സിലെ പ്രണയം ഇതല്ലായിരുന്നു. ഞാൻ ബലം പ്രയോഗിച്ചു. നിന്റെ സമ്മതത്തോടെ തന്നെയല്ലേ? ആണ്. അതാ പറഞ്ഞ തെറ്റുപറ്റിപ്പോയിന്ന്. തെറ്റായിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അപരിചയമൊന്നുമില്ലല്ലോ. ഞാനല്ലേ? അക്കു, എന്താടി പെണ്ണേ, നീ എന്നെ ചതിക്കുവാടാ? കുറച്ചു നേരം നിശബ്ദത. പോയോ? ജനലോർക്ക്. എഴുന്നേറ്റ് ജനൽ തുറന്നു. ശരീരം ഞെട്ടിപ്പോയി. തൊട്ടു മുന്നിൽ അവൻ. നീ എന്തിനാ ഇങ്ങോട്ട് വന്ന്? എടാ, ആരെങ്കിലും കാണും. നീ പോ. മതിലിയാട്ടൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാ. പക്ഷെ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് സമാധാനം കിട്ടുമോ? അതാ വന്ന്. അഖിൽ ജനലഴികൾക്കിടയിലൂടെ അവിടെ കയ്യിൽ പിടിച്ചു. സച്ചു, നീ എൻ്റെയാ, എൻ്റെ മാത്രം. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ആളവനെ നെറ്റിയിൽ തൊട്ടു. പനി വീണ്ടും വരുന്നുണ്ട്. മഞ്ഞുകൊള്ളണ്ട. പോയി കിടന്നോ. നാളെ പുലർച്ചെ പോവുമല്ലേ? അപ്പോൾ വിട്ടാലോ ഉച്ചയാകുമ്പോഴേക്കും വീട്ടിലെത്തൂ. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാനും വരട്ടെ? അയ്യോ വേണ്ടടാ, മാമന് സംശയം തോന്നും. എത്തിയോടനെ വിളിക്കണം കേട്ടോ. വിളിക്കാൻ ചെക്ക, നീ പോയി കിടക്ക്. നിന്റെ കുറ്റബോധം അറിയോ? അവൾ തലവനിച്ചു. അതിന് മാത്രമൊന്നും സംഭവിച്ചിട്ടില്ല. വെറുതെ ഓരോന്നോർ തലവുണ്ടാക്കാൻ കിടന്നോ. പുലർച്ചെ എഴുന്നേൽക്കേണ്ടല്ലേ? അവളുടെ കയ്യിൽ ഉമ്മവച്ച ശേഷം അഖിൽ മതിൽ വലിഞ്ഞു കയറി അപ്പുറത്തേക്ക് ചാടി ഇരുട്ടിൽ മറഞ്ഞു. കുറച്ചു നേരം കൂടി അവിടെ നിന്ന ശേഷം ജനലടച്ച് ശരീരം കിടന്നു. പക്ഷെ അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ശരീരത്തിൽ അവന്റെ സ്പർശന ഏറ്റിടങ്ങളിലെല്ലാം അപ്പോഴും ഇളം ചൂട് അനുഭവപ്പെടുന്നു. സുഖമുള്ള ഒരു വേദന. അതിനും അപ്പുറം ചെയ്യാൻ പാടില്ലാത്ത എന്തോ ചെയ്തതിന്റെ പാപഭാരം. നാളെ അവനെ പിരിയണല്ലോ എന്ന ചിന്ത കൂടി വന്നതോടെ അവൾ എഴുന്നേറ്റിരുന്ന് നേരം വിളിപ്പിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും രവികുമാർ ശരണ്യയുടെ അടുത്തേക്ക് ഓടി വന്നു. അച്ഛൻ കുറെ നേരം എത്തിയിട്ട്? കുറച്ച്. ട്രെയിൻ ലേറ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഒരു ചായ കുടിക്കാൻ പോയതാ. നിനക്ക് വിശക്കുന്നില്ലേ? എന്തെങ്കിലും കഴിക്കാം. വേണ്ട, വീട്ടിലെത്തിയിട്ട് മതി. അയാൾ അവളുടെ ബാഗ് വാങ്ങി പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു. ട്രെയിനിൽ തിരക്കുണ്ടായിരുന്നോ? കാർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് രവികുമാർ ചോദിച്ചു. എനിക്ക് കയറിയോടനെ സീറ്റ് കിട്ടി. പിന്നെ നന്നായിട്ടൊന്ന് ഉറങ്ങി. നിന്റെ അമ്മ എനിക്ക് സൗകര്യം തരണ്ടേ? എന്നും നിന്നെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയാൻ നിർബന്ധിക്കും. സജീവനും ഹേമയും വിചാരിക്കും നീ അവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്ന്.
ഏയ് മാമനമ്മയുടെ സ്വഭാവം അറിയാം. ചിലപ്പോൾ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ടൊന്നുകൂടെ പോകും കേട്ടോ. ആ, അവിടെ സുഖം പിടിച്ചു അല്ലേ? പിന്നല്ലാതെ, നല്ല നാട്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നമുക്ക് അവിടേക്ക് താമസം അറിയാലോ. ടൗണിൽ നിന്ന് ഓണം കയറാൻ മൂലയിലേക്ക് നടന്നു തന്നെ. അയാൾ നഗരത്തിരക്കളിലൂടെ ഡ്രൈവ് ചെയ്ത് തുടങ്ങി. ശരണ്യ, ഞാൻ നാട്ടിലെത്തി, അച്ഛൻ കൂടെയുണ്ട്, പിന്നെ വിളിക്കാൻ അഖിലിന് മെസ്സേജ് അയച്ചു. ടേക്ക് റെസ്റ്റ് എന്ന് മാത്രമായിരുന്നു മറുപടി. വീട്ടിലെത്തുമ്പോൾ ശ്രീദേവി ഉമ്മറത്തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഓ, ഇപ്പോഴെങ്കിലും കെട്ടിയെടുക്കാൻ തോന്നിയല്ലോ. 2 ദിവസത്തേക്കൊന്ന് പറഞ്ഞ് പോയതല്ലേടി നീ? അവര് കയർത്തു. അതെങ്ങനെയാ? അച്ഛനും മാമനും കൂടി എല്ലാത്തിനും വളം വെച്ചു കൊടുത്ത് പെണ്ണിനെ വഷളാക്കി. വഴക്കിട, ഇനി സമയമുണ്ടല്ലോ അമ്മേ, ഒന്ന് ക്ഷമിക്കേ. ആൾ ഉമ്മറത്തേക്ക് കയറി. പിന്നാലെ ബാഗും തൂക്കി രവികുമാറും. ഇതെന്താടി മുറിഞ്ഞിരിക്കുന്നേ? ശ്രീദേവി അവളുടെ കഴുത്തിൽ തൊട്ടു. ശരണ്യ ഒന്ന് പതറി. വന്യമായ സ്നേഹപ്രകടനത്തിന്റെ അഖിലിന്റെ നഖം കൊണ്ട പാടാണ് അത്. അമ്മ റോസാച്ചെടിയുടെ കമ്പ് കെട്ടിയതാ, ഞാൻ പോയി കുളിക്കട്ടെ. അവർക്ക് മുഖം കൊടുക്കാതെ രവികുമാറിന്റെ കയ്യിൽ നിന്ന് ബാഗും വാങ്ങി അവൾ മുറിയിലേക്ക് പോയി. കുളി കഴിഞ്ഞ് കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് ശരീരം മൊത്തം നോക്കി. അവിടെ എവിടെയായി പാടുകൾ. കള്ള ചെറുക്കൻ, ഇത് കാണിച്ചു വെച്ചിരിക്കുന്നേ, അവൾ ചിരിയോടെ പറഞ്ഞു. ഡ്രസ്സ് മാറി അടുക്കളയിൽ ചെന്ന് ഊണും കഴിച്ച് വീണ്ടും മുറിയിൽ കയറി ബെഡിലേക്ക് ചാഞ്ഞ് അവൾ മൊബൈൽ എടുത്ത് അഖിലിനെ വിളിച്ചു. കോൾ വെയിറ്റിംഗ് ആണ്. സച്ചു, ഞങ്ങളൊന്ന് പുറത്തു പോവാ, വാതിൽ തുറന്നിട്ട് ഉറങ്ങിയേക്കരുത്. ശ്രീദേവി തല മുറിക്കകത്തേക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു. പിന്നെ എവിടെ നീതിയിരിപ്പുണ്ടല്ലോ കള്ളം കയറി കൊണ്ടുപോവാൻ. വാ തുറന്നാൽ തർക്കുത്തരം മാത്രമേ വരൂ. അച്ചമ്മയുടെ അതേ സ്വഭാവം. അവർ പിറുപിറുത്തോണ്ട് പിൻവാങ്ങി. പുറത്ത് കാർ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ട ഉടനെ അവൾ മൊബൈൽ എടുത്ത് കൂട്ടുകാരിയായ മെർലിനെ വിളിച്ചു. പറയടി, നീ ഓഫീസിലാണോ? അല്ല, ലീവ് എടുത്തു, എനിക്ക് ദുബായ് എയർപോർട്ടിൽ പോകണം, കസിന് വരുന്നുണ്ടേ. നിന്റെ വിശേഷം എന്താടി? നമ്മുടെ നാട്ടിൻപുറത്തുകാരൻ പയ്യൻ എന്ത് പറയുന്നു? എടി, ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ശരീനി നടന്നെല്ലാം വിവരിച്ചു. നീ എന്ത് മണ്ടത്തരാ ചെയ്തേ? കുറച്ചെങ്കിലും ബോധം വേണ്ടേ? മെർലിൻ ശാസിച്ചു. എന്താടി? സച്ചു, നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് അധികം ആയിട്ടില്ല. അവൻ്റെ മനസ്സിൽ ലവ് ആണോ ലെസ്റ്റ് ആണോ എന്ന് പോലും ഉറപ്പില്ല. അങ്ങനെ ഒരാളുടെ കൂടെ ഫിസിക്കൽ റിലേഷൻഷിപ്പ്, അറിയൂ ക്രേസി? അവനെന്നെ ഒത്തിരി ഇഷ്ടമാടി, ഉറപ്പ്. എടി, നിന്നെ പോലെ ഒരു മോഡേണായ ഒരു പെണ്ണിനോട് ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക് തോന്നുന്ന ഒരു തരം വികാരം മാത്രമേ ഇതെങ്കിൽ നീ നോയിക്കോ, മിക്കവാറും ഇനി അവൻ പതിയെ ബാക്ക് അടിക്കാൻ തുടങ്ങും. ഒന്ന് പോയടി, അവൻ അത്രക്കാരനല്ല. അതുകൊണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്? നീ എന്നെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കില്ലേ മെർലിൻ? സേഫ്റ്റിയൊക്കെ ഉപയോഗിച്ചായിരുന്നടി? എവിടുന്ന്? ഇതൊന്നും പ്ലാൻ ചെയ്തല്ല, ആ മൊമെന്റിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ആ, മാമന് കുഞ്ഞുണ്ടായിക്കാണ് നീ കുറെ പ്രാർത്ഥിച്ചല്ലേ, ദൈവം മിക്കവാറും അത് കേൾക്കും. പക്ഷെ മാമിയുടെ വയറ്റിൽ കുഞ്ഞിനെ കൊടുക്കുന്നതിന് പകരം മിക്കവാറും നിനക്കായിരിക്കും കിട്ടുക. യോ, ചുമ്മാ പേടിപ്പിക്കാൻ പോടി. നടന്നു. ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ അവരറിഞ്ഞ് ഞാൻ ചീത്തയാണെന്ന് കരുതില്ലേ? ആ, അതൊക്കെ കുത്തിമറിയുമ്പോൾ ഓർക്കണമായിരുന്നു. വിടടി, ഇനി എന്താ പ്ലാന്? എനിക്ക് ആലോചിച്ചിട്ട് എത്തുമ്പടി കിട്ടുന്നില്ല. വീട്ടിൽ വന്ന മുതൽ വല്ലാത്തൊരു ശ്വാസം മുട്ടല്. അവനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഇങ്ങോട്ട് കയറി വാ, ബാക്കി അന്വേഷിച്ചാൽ നമുക്ക് ആലോചിക്കാം. ഇനി അവനിത് വെറും ടൈം പാസ് ആണെങ്കിൽ അടുത്ത ലീവിന് നീ നാട്ടിലെത്തുമ്പോൾ അവൻ മുങ്ങും. അതല്ല ജെനുവിനാണെങ്കിൽ നിങ്ങളുടെ ബന്ധം കൂടുതൽ സ്ട്രോങ് ആവും. ഞാൻ പിന്നെ വിളിക്കാം, ഒന്ന് ആലോചിക്കട്ടെ. അവൾ കോൾ കട്ട് ചെയ്ത് കണ്ണടച്ച് കിടന്നു. യാത്രാക്ഷീണം കാരണം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവൾ ഉറങ്ങിപ്പോയി. രാത്രി വളരെ കുറച്ച് സമയം മാത്രം അച്ഛൻ്റെ അമ്മയുടെയും കൂടി ഇരുന്ന ശേഷം അവൾ തന്നെ മുറിയിൽ കയറി ഡോറിൽ ലോക്ക് ചെയ്തു. ആദ്യം സജീവനെയും ഹേമയെയും വിളിച്ചു, അതിനുശേഷം അഖിലിനെയും. ഹലോ. അവന്റെ ശബ്ദത്തിൽ പതിവില്ലാത്ത ഗൗരവം. ഒരു മെസ്സേജ് പോലും ഇല്ലല്ലോടാ, എന്നെ കാണാനായിട്ട് നിനക്ക് യാതൊരു വിഷമവും ഇല്ലേ? സച്ചു, ഞാനും ഉമ്മയുടെ വരെ പോവാ, നമുക്ക് വന്നിട്ട് സംസാരിക്കാം. പറ്റില്ല, എനിക്കിപ്പോൾ സംസാരിക്കണം. ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണ്, പറഞ്ഞല്ലോ, എല്ലാം വിശദമായിട്ട് സംസാരിക്കാം. ഇപ്പൊ നീ വെക്ക്. എന്നോട് പറയാൻ പാടാത്ത എന്ത് രഹസ്യം നിനക്കുള്ളു? അവൾക്ക് ദേഷ്യം വന്നു. കാര്യം പറഞ്ഞിട്ട് എവിടെയെങ്കിലും പൊക്കോ. സച്ചു പ്ലീസ്, ഞാൻ ഓക്കെ അല്ല, ഉമ്മയോട് പോലും വഴക്കിട്ട് നിൽക്കുക. ഞാനും ഓക്കെ അല്ല, ഞാനിപ്പോൾ എന്തോരം സ്ട്രെസ് അനുഭവിക്കേണ്ടത് നിനക്ക് അറിയാക്കൂ. എനിക്കിന് വീട്ടുകാരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. നിനക്കാവുന്ന അറിയണ്ടല്ലോ, സ്വന്തം കാര്യം മാത്രം. ഇത് തന്നെ ഞാൻ മെർലിൻ പറഞ്ഞു. കാര്യം നടന്നപ്പോൾ നിനക്ക് മടുക്കുന്നു. ആ ഡാഷ് മോഡ് നമ്പരുക, ബാക്കി ഞാൻ പറഞ്ഞു കൊടുത്തോളാം. എന്ത് കാര്യം നടത്തിയെന്നാണ് നീ ഉദ്ദേശിക്കുന്നത്? ഞാൻ നിന്നെ ഉപയോഗിക്കരുതെന്നോ? ഞാൻ മാത്രമല്ല, നീ എൻജോയ് ചെയ്തില്ലേ? എടി, എനിക്കും ഇതെല്ലാം കല്യാണത്തിന് ശേഷം മതിയെന്നായിരുന്നു, പറ്റിപ്പോയി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ. പെർഫോമൻസ് കണ്ടപ്പോൾ തോന്നിയില്ലല്ലോ ആദിത്യയാണെന്ന്. നീയും അങ്ങനെ തന്നെയായിരുന്നു, ആദിത്യയാണെന്ന് എനിക്കും തോന്നിയില്ല. മൈൻഡ് യുവർ വേർഡ്സ്. നീ എന്തെന്നെ പറ്റി കരുതിയത് അഴിഞ്ഞാൻ കിടക്കുന്ന പെണ്ണായാലെന്നോ? അവളുടെ ശബ്ദം ഉയർന്നു. നിന്റെ ആഗ്രഹത്തിന് വഴങ്ങി തന്നാ തെറ്റ്. പൊള്ളിയല്ലേ? എടി, ആത്മാഭിമാന ആണിനും പെണ്ണിനും ഒരുപോലെ തന്നെയാ, അതാദ്യം മനസ്സിലാക്കണം. ഞാനിവിടെ എഴുതി നിൽക്കുമ്പോൾ ചൊറിയാൻ വരുത്. പ്ലീസ് ലീവ് മീ അലോൺ. ഓക്കെ, ഗുഡ് ബൈ. കഠിനമായ ക്ഷോഭം ശ്വാസം മുട്ടിച്ചു തുടങ്ങിയപ്പോൾ ശരണ്യ ഫോൺ വലിച്ചെറിഞ്ഞു. അത് ചുമരിൽ ചെന്നിടിച്ച് 2 കഷ്ണമായി ഇച്ചിതറി നിലത്തേക്ക് വീണു. ഇന്നലെ വരെ കണ്ട അക്കുവല്ല ഇന്ന് തന്നോട് സംസാരിച്ച് ശരിക്കും അവൻ അകലാൻ ശ്രമിക്കുകയാണോ? ഒരു കൗതുകത്തിന് തോന്നിയ ഇഷ്ടം ആഗ്രഹ പൂർത്തീകരണത്തോടെ ഇല്ലാതായോ? അവൾ തലയിണയിൽ മുഖം പൊഴുത്തി പൊട്ടിക്കരഞ്ഞു തുടങ്ങി. ആദ്യമായി കണ്ട ദിവസം മുതൽ പിരിഞ്ഞവരെയുള്ള ഓരോന്നും മനസ്സിൽ തെളിഞ്ഞതോടെ കരച്ചിലിന്റെ ശക്തി കൂടി. എന്തൊരു ഉറക്കാമോളെ ഇത്, എഴുന്നേറ്റ് വല്ലതും കഴിക്ക്.
രവികുമാറിന്റെ സ്നേഹത്തോടുള്ള ശബ്ദം കേട്ടപ്പോൾ ശരണ്യ കഷ്ടപ്പെട്ട് മിഴികൾ തുറന്നു. തലയ്ക്ക് നല്ല ഭാരം. വയ്യാച്ച, കുറച്ചു നേരം കൂടി കിടക്കട്ടെ. കിടന്നോ, പക്ഷെ ആദ്യം എന്തേലും കഴിക്ക്. ഇന്നലെ രാത്രിയൊന്നും കഴിച്ചില്ലല്ലോ. സാരമില്ല. സാരമുണ്ട്, വാ. അയാൾ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്തു പറ്റി എൻ്റെ മോൾക്ക്? 2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്ന. ഏയ് ഒന്നുമില്ല അച്ഛാ. അവൾ ചിരിക്കാൻ ശ്രമിച്ചു. നിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നൊന്നല്ലല്ലോ. നല്ല തലവേദന, അതിൻ്റെ ആവും. എണീറ്റ് പോയി തണുത്ത വെള്ളത്തിൽ കുളിക്ക്, ശരിയാവും. അയാൾ അവളെ ബാത്റൂമിലേക്ക് തള്ളിവിട്ട് ഡോറടച്ചു. ഷവർ തുറന്ന് ശരണ്യ ശബ്ദമില്ലാതെ കരഞ്ഞു. എന്തൊരു വിധിയാണിത്. എത്ര നാൾ തനിക്ക് അഭിനയിക്കാൻ കഴിയും? എല്ലാ അച്ഛനോടും അമ്മയോടും തുറന്നു പറയാമെന്ന് വെച്ചാൽ അവർ നെഞ്ചുപൊട്ടി മരിച്ചേക്കാം. ചുമരിലെ കണ്ണാടിയിൽ തന്നെ മുഖം കാണുമ്പോൾ അവൾക്ക് വെറുപ്പ് ഇരച്ചു കയറി. വിഡ്ഢി. വലിയ ബുദ്ധിമതിയും തൻ്റെയും ധൈര്യശാലിയുമാണെന്ന അഹങ്കാരത്തിന്റെ നിറന്തലിൽ തന്നെയാണ് അടികിട്ടിയിരിക്കുന്നത്. ഒന്നും വേണ്ടായിരുന്നു, ഒന്നും. ദേഹത്തോട് ഒലിച്ചിറങ്ങുന്ന വെള്ളത്തിൽ അവളുടെ കണ്ണുനീര് അലിഞ്ഞു ചേർന്നു. കുളി കഴിഞ്ഞ് അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ചപ്പാത്തി ചുരുകിയായിരുന്ന ശ്രീദേവി അവളെ ഒന്ന് അടിമുടി നോക്കി. എന്താടി നിനക്ക്, വയ്യായിക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലമ്മേ. ശ്രീദേവി ചപ്പാത്തികളും കറികളും അവൾക്ക് മുമ്പിൽ വെച്ച് അടുത്തിരുന്നു. നിന്റെ ഫോണിന് എന്ത് പറ്റി? സജീവിനെ ഏമയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. കൈവഴി നിലത്ത് വീണതാ, ചത്തുവും തോന്നുന്നു. റിപ്പയർ ചെയ്യാൻ കൊടുത്തുകൂടെ? പിന്നെ നോക്കാം, എനിക്ക് ഫോണിലായിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആ, സജീവൻ ചിലപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട് പറയുന്നുണ്ടായിരുന്നു. അവളുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. ഇനി എന്തെങ്കിലും അറിഞ്ഞു കാണോ? നീ കുറേ സാധനങ്ങൾ അവിടെ മറന്നിട്ടാ വന്നല്ലേ? ഈ പ്രായത്തിൽ തന്നെ ഓർമ്മക്കുറവോ? ഡ്രസ്സായിരിക്കും. അത് തരാനായിട്ടാണോ മാമൻ ഇത്രയും ദൂരം വരുന്നേ? അതുകൊണ്ടല്ല, ഞങ്ങളെ കണ്ടിട്ട് കുറേ ആയില്ലേ. തറവാട്ടിൽ തെയ്യത്തിൻ്റെ അന്ന് വന്നതാ. അടുത്ത തെയ്യം ഫെബ്രുവരി അല്ലേ? ഇനിയും കുറേ ഉണ്ടല്ലോ. ആ, അതിനുള്ളിൽ തന്നെ നിന്റെ കെട്ട് നടത്തണം. ശരണ്യ പെട്ടെന്ന് ചുമച്ചു തുടങ്ങി. ശ്രീദേവി പെട്ടെന്ന് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അവൾ കൊടുത്തു. അത് കുടിച്ച ശേഷം അവൾ എഴുന്നേറ്റു. നീ ഒന്നും കഴിച്ചില്ലല്ലോ സച്ചു. മതിയമ്മേ, ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ. അച്ഛനെവിടെ? ആളുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ശരണ്യ ഉമ്മറത്തേക്ക് ഏന്തി വലിഞ്ഞു നോക്കി. നിരത്തിയിട്ട കസേരകളിൽ ചിലർ ഇരിക്കുന്നു. അവിടെയുള്ള മുറിയിലാണ് ഹോമിയോ ഡോക്ടറായ രവി രോഗികളെ ചികിത്സിക്കുന്നത്. അവൾ മെല്ലെ തന്റെ റൂമിൽ ചെന്ന് കിടന്നു. അടഞ്ഞ കൺപോളകൾക്കിടയിലൂടെ അനുവാദം കൂടാതെ മിഴിനീരൊഴുകി തുടങ്ങി. കുറച്ചു നാൾ മുമ്പ് വരെ എത്ര സന്തോഷം നിറഞ്ഞതായിരുന്നു ജീവിതം. ഇപ്പോൾ എല്ലാം മാറി. രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കുരുക്കുമുറുകുന്ന ചിലന്തി വലയിൽപ്പെട്ട ചെറുപ്രാണിയെ പോലെ ഹൃദയം പിടയുകയാണ്. മാമന്റെ വീട്ടിൽ താമസിച്ച കുറച്ച് ദിവസങ്ങൾ അത് ഓർമ്മയിൽ നിന്നും പറിച്ചു മാറ്റാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് അവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. പക്ഷേ മറക്കാൻ ശ്രമിക്കുന്ന എന്താണോ അതെല്ലാം ശരവർഷം പോലെ ഹൃദയത്തിലേക്ക് പതിച്ചുകൊണ്ടിരുന്നു. ജോലി ചെയ്തിരുന്ന കമ്പനിയിലേക്ക് വിളിച്ച് താൻ തിരിച്ചു വരുന്നുണ്ടെന്ന് ശരണ്യ പറഞ്ഞു. നാട്ടിൽ നിന്നാൽ തനിക്ക് സമനില തെറ്റുമെന്ന് അവൾക്ക് തോന്നി. അഖിലുമായി സംസാരിച്ചിട്ട് 3 ദിവസമായി. ഏതോ ഒരു ഐഷ ടീച്ചർ വിളിക്കുന്നു എന്ന് പറഞ്ഞ് അച്ഛൻ ഫോൺ അവൾക്ക് നൽകിയതാണ്. പക്ഷെ അയാൾ കാണാതെ അവൾ കോൾ കട്ട് ചെയ്ത് നമ്പർ ബ്ലോക്കാക്കി. വേണ്ട, ആരുമായി സംസാരിക്കേണ്ട, ഒരു തെറ്റുപറ്റി, അത് താനായിട്ട് തിരുത്തിക്കോളാം അവൾ തന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. തിരിച്ച് ഗൾഫിൽ പോകാനുള്ള അവളുടെ തീരുമാനത്തെ ശ്രീദേവി ശക്തമായി എതിർത്തു. എത്രയും പെട്ടെന്ന് മകളുടെ കല്യാണം കാണണം എന്നതാണ് അവരുടെ ആഗ്രഹം. പക്ഷേ രവികുമാർ ശരണ്യയുടെ ഭാഗത്ത് നിന്നു. അതോടെ ശ്രീദേവി അടങ്ങി. മുറിയിൽ തന്നെ ഡ്രസ്സുകൾ അടുക്കി ബാഗിൽ വെക്കുകയാണ് ശരണ്യ. മോളെ, ഇങ്ങോട്ടൊന്ന് വന്നേ. ഉമ്മറത്തിന്ന് രവികുമാർ വിളിച്ചു. ശ്രീദേവി രാവിലെ ടൗണിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയതാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് പിരിവേറെ ആരെങ്കിലും വന്നിട്ടാവും അച്ഛൻ വിളിക്കുന്നത്. 50 രൂപയായി ഉമ്മറത്തെത്തിയ ശരണ്യ ഞെട്ടിപ്പോയി. മുറ്റത്ത് അഖിൽ, കയ്യിലൊരു ബാഗ്. മോളെ, ഈ പയ്യനെന്തോ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വന്ന. ഇവിടെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ചോ, ഞാൻ നിന്റെ അമ്മയെ കൂട്ടി വരാം. ഗുഡ് മോർണിംഗ് മാഡം. നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ് ഐറ്റംസാ. നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ജസ്റ്റ് 5 minutes. വാദോരാതാവൻ സംസാരിക്കുന്നതിനിടെ രവികുമാർ കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് റോഡിലേക്ക് ഇറക്കി. ശരണി വേഗം അകത്തേക്ക് നടന്ന് ഡോർ അടക്കാൻ തുനിയവേ അഖില തള്ളി തുറന്ന് അകത്ത് കയറി ഡോർ ലോക്ക് ചെയ്തു. പിന്നെ ബാഗ് നിലത്തിട്ടു. എനിക്കിപ്പോ എന്താ വേണ്ട, ഇറങ്ങിപ്പോ, ഇല്ലെങ്കിൽ ഞാൻ ബഹളം വെച്ച് ആളെ കൂട്ടും. ദേഷ്യത്തിലാണോ? സോറി. അവൻ തൊടാനാഞ്ഞു ശരണി കൈത്തട്ടി മാറ്റി. ചേടാ പെണങ്ങല്ലേ സച്ചു, അന്ന് മൈൻഡ് ശരിയില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രകോപിച്ച നീയല്ലേ? എന്നിട്ട് എത്ര തവണ വിളിച്ചു? നിന്റെ ഫോൺ കിട്ടായിട്ട് ഉമ്മയെ കൊണ്ട് വിളിപ്പിച്ചു, എന്നിട്ട് നീ എടുത്തില്ല. എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. എന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങണം. മനസ്സില്ല. അവൻ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചതോടെ ശരണ്യയുടെ നിയന്ത്രണം വിട്ടു. അവൾ കൈവീശി ആഞ്ഞടിച്ചു. അഖിലിന്റെ ഇടത് കവിളിലാണ് കൈ പതിച്ച്. അവൻ അനങ്ങിയില്ല. അടികൊണ്ട കവിളിൽ തൊടാതെ അവളെ തന്നെ നോക്കി നിന്നു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ശരണ്യക്ക് താൻ എന്താണ് ചെയ്തതെന്ന് തിരിച്ചറിവ് വന്ന്. അടികൊണ്ടത് അവനാണെങ്കിലും നോവ് അവളുടെ ഹൃദയത്തിൽ പടർന്നു. ഒറ്റക്കുതിപ്പിന് അവൾ അവന്റെ അരികിലെത്തി കവിളിൽ അമർത്തി തടവി. സോറി സോറി സോറി, അറിയാതെ പറ്റിപ്പോയി. സാറില്ല. അവൻ ചിരിച്ചു. ദേഷ്യം കൊണ്ട് ചെയ്തു പോയതാണ്, ക്ഷമിക്ക്. എനിക്ക് വേദനിച്ചോ? ഇല്ലടി, നീയല്ലേ, വേറെ ആരുമില്ലല്ലോ. എന്നാലും ഞാൻ എന്തൊരു ദുഷ്ടയാ. അമ്മയും പറയുന്ന പോലെ സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരുത്തിയെ ഞാൻ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സോറി അക്കു, നീ ഇനിയും വേണമെങ്കിൽ എന്നെ തല്ലിക്കോ. അഖിൽ ഇരുകൈകളാൽ അവളുടെ മുഖം കോരിയെടുത്ത് നെറുകയിൽ ഉമ്മ വെച്ചു. അതോടെ അവൾ ആ നെഞ്ചിലേക്ക് വീണ് ഏങ്ങലടിച്ച് കരഞ്ഞു തുടങ്ങി.
ഞാൻ എന്തോരം സങ്കടപ്പെട്ടെന്ന് എനിക്കറിയോ. എന്നെ വിട്ടുപോയി എന്ന് പോലും ചിന്തിച്ചു. എനിക്ക് നീയില്ലാതെ വയ്യ. ദേഷ്യം കൊണ്ട് ഫോൺ എറിഞ്ഞു വിളിച്ചു. ഉമ്മ വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കാത്തത് നിന്നോട് ദേഷ്യം കാരണം. എനിക്കറിയാലോ, അതിലെ ഞാൻ നേരിട്ട് വന്ന്. ആ സമയത്ത് ഞാനും ഓവറായി സംസാരിച്ചു. എൻ്റെ തെറ്റാ. അവൻ സോഫയിലിരുന്ന് ശരണ്യെ മടിയിലേക്ക് കിടത്തി. എന്നെ വിട്ടു പോവോ നീ? എനിക്കതിന് കഴിയില്ലടി. അവൻ കുനിഞ്ഞവിടെ കവിളിൽ ചുംബിച്ചു. പിന്നെന്താ അങ്ങനെയൊക്കെ സംസാരിച്ചേ? അതും ഒരു വള്ളിയെടുത്ത് എൻ്റെ തലയിലിട്ട് ആകെ പൊളിഞ്ഞ് കയറി നിൽക്കുമ്പോഴാ നിന്റെ വകയും അതോടെ കയ്യിൽ നിന്ന് പോയി. എന്താ സംഭവം? അതോ പണ്ട് എന്നെ കുളത്തിലെറിഞ്ഞ് കൊല്ലാൻ നോക്കിയിരുത്തില്ലേ എൻ്റെ തള്ള. ആർക്കെന്നെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം. എന്നിട്ട് ശരണി എഴുന്നേറ്റിരുന്ന ആകാംക്ഷയോടെ അവനെ നോക്കി. തമിഴ്നാട്ടിലെ കുംഭകോണത്തിലെ ഒരു ആശ്രമത്തിൽ നിന്ന് കോള് വന്ന് ഒരു സ്ത്രീ മരിക്കാൻ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് പണ്ട് അവർ കൊല്ലാൻ നോക്കിയ മോനെ അവസാനമായിട്ട് കാണുന്നതായിരുന്നു ആഗ്രഹം. ഞാൻ പറ്റില്ലെന്ന് തീർത്തു പറഞ്ഞ. പക്ഷെ ഉമ്മ ഇവിടെ ഉണ്ട്. ആദ്യമായിട്ട് ഉമ്മേനോട് വഴക്കിട്ടു. പിന്നെ കുറെ കരഞ്ഞു. അവസാനം മനസ്സിലാമനസ്സോടെ ഉമ്മയ്ക്ക് വേണ്ടി മാത്രം പോകാൻ സമ്മതിച്ചു. ഞാൻ ജീവിതത്തിൽ ഏറ്റവും വെറുക്കുന്ന ഒരാളെ കാണാൻ വേണ്ടിയുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോഴാണ് നീ വിളിച്ച്. അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഞാൻ മോശമായി പ്രതികരിച്ചു പോയി. സോറി. അത് വിട. എന്നിട്ട് അമ്മയെ കണ്ടോ? അത് തന്നെയാണ് അമ്മ എന്ന് എനിക്ക് ഉറപ്പില്ല. ദേഹം മൊത്തം വ്രണങ്ങളായി, എല്ലും തൂലായ രൂപം. ആരൊക്കെയൊക്കെ അടിച്ചു പറിച്ച് ഉപയോഗം കഴിഞ്ഞ ശേഷം തെരുവിൽ വലിച്ചെറിഞ്ഞ സ്ത്രീയെ അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരാ ആ ആശ്രമത്തിൽ എത്തിച്ച്. അന്നൊന്നും ഞാൻ ആരാണെന്ന് എവിടുന്ന് വന്നതെന്ന് അവർക്കറിയില്ലായിരുന്നു. ഇപ്പോൾ 1.5 വർഷമായി കിടപ്പില്ല. എന്തൊക്കെയോ മാറാ രോഗങ്ങൾ. ആശ്രമത്തിലുള്ള ഒരു ഹോസ്പിറ്റൽ കൊണ്ടുപോയെങ്കിലും ഡോക്ടർമാർ മടക്കി അയച്ചു. മരണം കാത്തുള്ള കിടപ്പില്ല. തൻ്റെ പേര് സുജ എന്നാണെന്നും വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ പാപം ചെയ്തിട്ടുണ്ടെന്നും അവരെ പരിചരിക്കുന്ന പെൺകുട്ടിയോട് പറഞ്ഞു. അതോടെ ആശ്രമവാസികൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സഹായം അഭ്യർത്ഥിച്ചു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇവരെ ഉമ്മയുടെ അടുത്തെത്തി. നിന്നെ കണ്ടപ്പോൾ അമ്മയുടെ പ്രതികരണം എന്തായിരുന്നു? സംസാരിക്കാനുള്ള ശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കൈ പിടിച്ച് നെഞ്ചിൽ വെച്ച് കുറേ നേരം കരഞ്ഞു, അത്രമാത്രം. എന്നിട്ട് ബാക്കി പറ. ഏകദേശം സമയമായെന്നും അന്ന് രാത്രി അവിടെ തങ്ങണമെന്നും ആശ്രമത്തിലെ ആളുകൾ പറഞ്ഞപ്പോൾ സമ്മതിക്കേണ്ടി വന്നു. പുലർച്ചയോടെ അവർ മരിച്ചു. അവൻ്റെ ശബ്ദം പതുങ്ങിയിരുന്നു. എന്നെ കൊല്ലാൻ ശ്രമിച്ച സ്വന്തം അമ്മയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യേണ്ട ഗതിയോടുകൂടി എനിക്ക് വന്നു. സാരമില്ലടാ, ചെയ്ത് തെറ്റോർത്ത് അവരൊരായുസ് മുഴുവൻ പശ്ചാത്തപിച്ചിട്ടുണ്ടാവും. നിന്നോട് മനസ്സുകൊണ്ട് മാപ്പ് പറഞ്ഞില്ലേ? മരിച്ച സമാധാനത്തോടെയാവും. ഇനി അവരോട് വെറുപ്പ് വേണ്ട. ഇല്ല സച്ചു, അവരൊന്നും അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ എനിക്ക് എൻ്റെ ഉമ്മയെ കിട്ടിയത്. ഞാനിപ്പോൾ അങ്ങനെയാ ചിന്തിക്കുന്നത്. ഈ ആവശ്യത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ ഒരു വാക്കിനോട് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവുമോ? ഞാൻ ഉറങ്ങാതെ വെറുതെ ദിവസങ്ങൾ കരഞ്ഞു. പോരായിട്ട് 50,000 രൂപയുടെ ഫോണും പൊട്ടിച്ചു. അത് നിനക്ക് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടാ. ഗൾഫുകാരി എന്ന അഹങ്കാരം. നീ തിരിച്ചു വേണമെന്ന് കേട്ടല്ലോ. മുട്ടുകാല് തല്ലിയെടുക്കും ഞാൻ. അഖില അവളുടെ കവിളിൽ കടിച്ചു. പൊട്ടി വേദനിക്കുന്നു. പുറത്ത് കാറിന്റെ ശബ്ദം കേട്ടത് അവൾ ചാടി എഴുന്നേറ്റ് കവിള് തുടച്ചു. ഈശ്വര, അച്ഛനും അമ്മയും വന്നു. ഇനി എന്താ ചെയ്യാ? വാടി, നമുക്ക് അടുക്കള വഴി ഒളിച്ചോടാം. അക്കു തമാശ പറയാനുള്ള നേരല്ല ഇത്. മറ്റേ കയ്യും കാലും വറക്കുന്നു. ഇപ്പൊ ശരിയാക്കാം. അവൻ എഴുന്നേറ്റ് വാതിൽ തുറന്നു. ആദ്യ രവികുമാറും പിന്നെയുള്ള ശ്രീദേവി അകത്ത് കയറി. ഹൃദയം ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് ശരണ്യ. പ്രൊഡക്റ്റ് വാങ്ങിയ മോളെ? രവികുമാർ ചോദിച്ചു. ആൾക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ശ്രീദേവി അഖിലിനെ നോക്കി. അപ്പൊ ഇതാണ് ആളല്ലേ? ഞാൻ കരുതിയ പോലെ തന്നെ മോളേക്കാൾ സുന്ദരി അമ്മയാ. അഖിൽ കണ്ണിറുക്കി. സുഖിപ്പിക്കല്ലേ? അവർ ശരണ്യയുടെ നേരെ തിരിഞ്ഞു. എന്തേ, നിന്നെ മിണ്ടാട്ടം മുട്ടിയോ? എന്താ മുന്നിൽ നടക്കുന്നറിയാ പകച്ചു നിൽക്കുകയാണ് അവൾ. രവികുമാർ അവളുടെ അടുത്ത് നിന്ന് ചേർത്ത് പിടിച്ചു. ആൺകുട്ടിയെ പോലെ നിന്നെ വളർത്തിയ ഞാനാ. ധൈര്യവും ചങ്കൂറ്റവും നിന്റെ അത്രയുള്ള ഒരു പെണ്ണ് നമ്മുടെ കുടുംബത്തിലില്ല. നീയാണോ ഇങ്ങനെ വിളറി വെളുത്ത് നിൽക്കുന്നത്? അച്ഛാ. ഏടി മണ്ടൂസേ, ഏതെങ്കിലും ഒരുത്തരം നിന്റെ അടുത്താക്കി ഞാൻ പുറത്തു പോവോ? ഞങ്ങളെല്ലാം അറിഞ്ഞു. ആയിഷ ടീച്ചറുടെ പാട്ട്, അവരുടെ മോനുമായിട്ടുള്ള അടിപിടി, ഒടുക്കം പ്രേമം. ഇവിടെ എത്തിയിട്ട് വിളിച്ചില്ലെന്ന പേരിലാണല്ലോ ഇത്രയും ദിവസം എൻ്റെ മോള് നിലാവത്തിറക്കി വിട്ട കോഴിയെ പോലെ നടന്ന്. ശരണ്യ വിശ്വാസം വരാതെ അച്ഛനെയും അമ്മയും അഖിലിനെയും മാറി മാറി നോക്കി. 3 മുഖങ്ങളിലും കള്ളച്ചിരി. നിന്റെ ആയിഷ ടീച്ചർ എന്നോടെല്ലാം വിവരിച്ചു പറഞ്ഞു. എൻ്റെ മോൾ ഒരിക്കലും മോശമായ പാർട്ണറെ തിരഞ്ഞെടുക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഇവൻ ഇങ്ങോട്ട് വരുന്ന വിവരം സജീവൻ തന്നെ രാത്രി ഞങ്ങളോട് വിളിച്ചു പറഞ്ഞിരുന്നു. സജീവനും ഹേമയും പിന്നെ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയും ഉച്ചയാവുമ്പോൾ ഇവിടെ എത്തും. ബാക്കി തീരുമാനങ്ങൾക്ക് അതിനുശേഷം പോരെ? അവൾ സ്വപ്നത്തിൽ എന്ന പോലെ തലയാട്ടി. ചികിത്സയ്ക്ക് വേണ്ടി ആരോ വന്നപ്പോൾ രവികുമാർ തന്നെ കൺസൾട്ടിംഗ് റൂമിലേക്ക് പോയി. അക്കു, നീ വല്ലതും കഴിച്ചിരുന്നോടാ? വളരെ കാലമായി പരിചയമുള്ള ആളോടെന്ന് അവൾ ശ്രീദേവി ചോദിച്ചു. ഇല്ലമ്മ. പല്ലി അയച്ചോ? പല്ലിതേപ്പും കൂടിയൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നടത്തി. ഇവളെ എങ്ങനെ പ്രതികരിക്കുന്ന അറിയില്ലല്ലോ. ഓടിച്ചു വിട്ടാലൊന്നും പേടിയുണ്ടായിരുന്നു. എന്നാ ഞാൻ എന്തേലും ഉണ്ടാക്കാം. ശ്രീദേവി അടുക്കളയിലേക്ക് നടന്നു. ഈശ്വര, ആദ്യമായിട്ട് കാണുന്ന ഇവരൊക്കെ മയക്കെടുക്ക ഇവരെന്ത് കൂടോത്ര ചെയ്ത്? അവൾ സ്വയം ചോദിച്ചു. വാ, പുറത്തിരിക്കാം. അഖിൽ ഉമ്മറത്തേക്ക് നടന്നു. ശരണ്യ അവനെ അനുഗമിച്ചു. എല്ലാവരും എല്ലാം അറിഞ്ഞു അല്ലേ? മുറ്റത്തിന്റെ കോണിലെ പൂന്തോട്ടത്തിലെ സിമെന്റ് വെച്ചിരുന്നുകൊണ്ട് ശരണ്യ അവനെ നോക്കി. ഉവ്, എല്ലാം അറിഞ്ഞോ? ഏയ്, ഞാൻ നിന്നെ തുണിയില്ലാ കണ്ടതും പിന്നെ നമ്മുടെ കുൽസിത പ്രവൃത്തിയൊന്നും ആരും അറിഞ്ഞിട്ടില്ല. പേടിക്കണ്ട, പോടാ. ആൾ മുഖം വീർപ്പിച്ചു. എന്നാലും നിന്റെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു. അച്ഛനും അമ്മയും സമ്മതിച്ചില്ലായിരുന്നെങ്കിലോ?
സച്ചു നിന്റെ ലൈഫിലെ ഏറ്റവും വലിയ അനുഗ്രഹം നിന്നെ സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന മാതാപിതാക്കളാണ്. 3 ദിവസം നിന്റെ ഉള്ളു കരയുന്നവർ കണ്ടിരുന്നു. അതിന്റെ കാരണം അന്വേഷിക്കുമ്പോഴാണ് ഉമ്മ വിളിച്ച്. ഇന്നലെ അവിടുന്ന് ട്രെയിൻ കയറുമ്പോഴും ഞാനും നിന്റെ അച്ഛനും സംസാരിച്ചിരുന്നു. നിനക്കൊരു സർപ്രൈസ് ആണെന്നല്ലേ? അപ്പൊ ആ ബാഗിൽ എന്ത് പ്രൊഡക്റ്റാ? ഒലക്ക, എൻ്റെ ഒരു ഷർട്ടും പാനും, പിന്നെ നീ സജീവന്റെ വീട്ടിൽ മറന്നു വെച്ച 2 ക്രോപ്പ് ടോപ്പ്, പിന്നെ കീറുള്ള ജീൻസ്, ഒരു ഷോർട്സ്, പിന്നെ ഒരു ഷിമ്മീസ്, അത്രയേ ഉള്ളൂ അതില്. അയ്യേ, ഇതൊക്കെ എന്തിനാ നീ എടുത്ത്? അവര് കയ്യും വീച്ച് വരട്ടെ. വേറെ കാര്യമുണ്ട്. നിന്നോട് സർപ്രൈസ് ആയിട്ട് പറയാൻ അവർ തീരുമാനിച്ചാ. എനിക്കെന്നോ പാവം തോന്നുന്നു. പറയട്ടെ? പറ. എല്ലാവരുടെയും പ്രാർത്ഥനക്ക് ഫലം കണ്ടു. ഹേമേശി ഒരു അമ്മയാകും പോവാ. സത്യം? അവൾ സന്തോഷം കൊണ്ട് കൂവിപ്പോയി. അതേടി, പക്ഷെ കാര്യമായ ജോലിയൊന്നും ചെയ്യാൻ പാടില്ല, റെസ്റ്റ് വേണം. അതുകൊണ്ട് ഇനി കുറെ കാലം അവർ ഈ വീട്ടിലുണ്ടാവും. ഹാപ്പി ആയില്ലേ? പിന്നില്ലാതെ, ഞാൻ ഒത്തിരി ഹാപ്പിയാ. ഇനി പറ, നിനക്ക് ഗൾഫിൽ പോകണോ? അത് ഒന്നുകൂടെ ആലോചിക്കണം. എന്തിനാ? മെർലിന്റെയും വിശാലിന്റെയും ആനന്ദിന്റെയും അശ്വതിന്റെയും കൂടെ ബാറി പോകാനാണോ? എല്ലാവരുടെ പേരും ഡീറ്റെയിൽസ് വരെ മാമ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലേ? ഫൈസി, നീ ഇത് തിരിച്ചിന്തിച്ചേ. അഖിൽ ഉസ്താദ് ഹോട്ടൽ സിനിമയിലെ തിലകനെ അനുകരിച്ചു. എടി കുരുപ്പ്, ഐഷ ടീച്ചറുടെ മകനായ അഖിൽ മുരളീധരൻ എന്ന ഞാൻ നിന്നെ നേരിൽ കണ്ട് സജീവേട്ടന്റെ വീട്ടിൽ വെച്ചാണെന്ന സത്യം. പക്ഷെ നേരിട്ടല്ല, നിന്റെ ഈ രൂപം ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. നീ സ്കൂളിൽ പഠിക്കുന്ന കാലത്തുള്ള ഫോട്ടോസ് മുതൽ കോളേജിനും അതിനുശേഷം ഗൾഫിലേക്ക് ആദ്യമായിട്ട് പോകാൻ വേണ്ടി എയർപോർട്ടിൽ ചെന്ന് നിന്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് പട്ടി പോകുന്ന പോലെ കരയുന്ന ഫോട്ടോസ് വരെ ഹേമേശിനെ കാണിച്ചിട്ടുണ്ട്. അതിൽ മിക്കതിൻ്റെ ഫോണിലുണ്ട്. നേരിട്ട് കാണുമ്പോൾ തന്നെ നിന്റെ ഈ മോന്ത ഹൃദയത്തിൽ പതിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഒരു കൗതുകത്തിൽ നിന്നെ ഫോളോ ചെയ്യണം തോന്നി. എൻ്റെ ഫ്രണ്ട് നിന്റെ എല്ലാ കാര്യങ്ങളും ദുബായിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യും. എവിടെ പോകുന്നു, ആരെ കാണുന്നു, എത്ര ബിയർ അടിച്ചു, ഏതൊക്കെ പാട്ടിന് ഡാൻസ് കളിച്ചു, എല്ലാം ഞാൻ അപ്പം പറയും. അന്ന് വിശാൽ നിന്നെ പ്രപ്പോസ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ അവിടെ വന്നവനെ തല്ലാൻ തോന്നിയതാ. പക്ഷെ നീ തന്നെ അവന് കൃത്യമായി മറുപടി എടുത്തുകൊണ്ട് ഞാൻ വിട്ടു. ചുരുക്കി പറഞ്ഞ, പ്രിയപ്പെട്ട സച്ചു, നിന്നെ ഞാൻ പ്രണയിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയി. ശരണ്യ വാപൊളിച്ചിരിക്കുകയാണ്. അടച്ചു വെക്ക്, ദേ ആ പൂമ്പാറ്റ അണ്ണാക്കി കയറും. അവൾ പെട്ടെന്ന് വാടച്ചു. എന്തായാലും നീ ഇനി ഗൾഫിൽ പോകണ്ട, കല്യാണം കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ ജീവിക്കാം. നിനക്ക് ആ നാട് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നല്ലേ പറഞ്ഞു. അപ്പൊ എന്റെ ജോലിയോ? ഉമ്മയെ ഞാൻ വിശ്രമിക്കാൻ വിടുക. ഫാമിലെ കാര്യങ്ങൾ നീ നോക്കിക്കോ. അതിന് എനിക്കൊന്നും അറിയില്ലല്ലോ. വേണ്ട, നീ കണക്കുപിള്ളയുടെ ജോലി ചെയ്താൽ മതി. ഗോപിയേട്ടൻ ജോലി മിക്കവാറും മതിയാക്കും, മൂപ്പർക്ക് വയ്യ. അക്കൗണ്ടന്റ്, അത് തന്നെയാ മലയാളത്തിൽ പറഞ്ഞ്. മാസം ശമ്പളം എഴുതിയെടുത്തോ. പക്ഷെ ഗോപിയേട്ടൻ ചെയ്യുന്ന പോലെ ചാണകം വാരണം, പശുവിനെ കുളിപ്പിക്കണം. നടന്നു തന്നെ. ദുബായിൽ മോഡേൺ ഡ്രസ്സും ധരിച്ച് സിസ്റ്റത്തിന് മുമ്പിൽ നിന്ന് ജോലി ചെയ്ത നീ ഒരു മുഷിഞ്ഞ നൈറ്റിയിട്ട് ചാണകം വാരുന്ന സീനെന്ന് ഓർത്ത് നോക്കിയേ. ഡാർക്ക്, ഞാനില്ല, വേറെ ഏതെങ്കിലും ചെക്കനെ കേട്ടാ. എന്നാ താലി കിട്ടുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് നിന്റെ ശരീരത്തിൽ അവിടെയൊക്കെ നഖം കൊണ്ട് പോറിയിട്ടുണ്ടെന്ന് ഉറക്കെ വിളിച്ചു പോകും. അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവന്റെ ചുമലിലേക്ക് ചാഞ്ഞു. അക്കു, ഫോട്ടോസ് കണ്ട സമയത്ത് എന്നോട് ഇഷ്ടം തോന്നിയിട്ട് എന്തിനാ അഭിനയിച്ച്? ചുമ്മാ ഒരു രസം. നിന്നെ കൊണ്ട് തന്നെ അത് ആദ്യം പറയിപ്പിക്കണമെന്ന വാശി. അതോ ഞാനൊന്ന് പ്രപ്പോസ് ചെയ്തില്ലെങ്കിലോ? ഞാൻ ചെയ്യും. കാല് പിടിച്ചിട്ടാലും നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കും. ഇനി എന്തെങ്കിലും സസ്പെൻസ് ബാക്കിയുണ്ടോ? ഓർത്തെടുത്തിട്ട് പറയാം. ശരി, ദുബായിൽ നിന്റെ ചാരനാരാ? അതിപ്പോ പറയില്ല. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റിൽ അന്നത്തെ പോലെ നീണ്ട നെഞ്ചിൽ തളർന്നെടുക്കുമ്പോൾ പറയാം. പോരെ? മതി. അവൾ കുറച്ചുകൂടെ ചേർന്നിരുന്നു. അഖിൽ വലം കൈ കൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്തു. ജനലടികളിലൂടെ ആ കാഴ്ച കണ്ട രവികുമാർ മന്ദഹസിച്ചു. ആയിഷ പറഞ്ഞ വാക്കുകൾ അയാളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അക്കുവിന്റെ അച്ഛൻ ആഗ്രഹിച്ച ജീവിതം കിട്ടിയിട്ടില്ല, എനിക്കും കിട്ടിയിട്ടില്ല. പക്ഷെ സച്ചുവിന് അക്കുവിന് ആ ഗതി വരരുത്. അവർക്ക് ആ ഗതി വരില്ല ടീച്ചറെ. കാരണം ജാതിയോ മതമോ സാമ്പത്തികമോ കുടുംബമഹിമയോ ഒന്നും നോക്കാതെ മക്കൾക്ക് ചേരുന്ന ആളാണോ എന്ന് മാത്രം നോക്കുന്ന മാതാപിതാക്കളുടെ ഒരു മക്കളും ആഗ്രഹിച്ച ജീവിതം കിട്ടാതെ വേദനിക്കില്ല. എന്തോ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന മകളെയും അവൾ സ്നേഹിക്കുന്നവനെയും ഒരിക്കൽ കൂടി നോക്കിയ ശേഷം രവികുമാർ തന്റെ ജോലിയിലേക്ക് മടങ്ങി. അവർ കാത്തിരിക്കുകയാണ് ഹേമയും സജീവനും ഐഷ ടീച്ചറും വരാൻ വേണ്ടി. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. താങ്ക്